തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരോൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശാക്തീകം. ഹേ കൃഷ്ണ കരുണ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനെ. നമോ ഓം ആചാര്യപാദായ നിതായ കൃപാപ്രദായിനെ ഗൗരകഥാധാമദായ നഗരഗ്രാമതാരിണേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഹരേ കൃഷ്ണ. ക്ലിയർ ആണ് മാതാജി, ക്ലിയർ ആണ്, കേൾക്കാം. ഇന്ന് നമ്മള് 12ാമത്തെ ഗോപാലന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവര് ദ്വാദശ ഗോപാലന്മാരാണ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവര് നിത്യാനന്ദ പ്രഭുവിന്റെ ഏറ്റവും അടുത്ത അനുയായികളാണ്. പക്ഷെ ഇവരൊക്കെ തന്നെ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിലെ മഹാപ്രഭുവിനെ നിത്യാനന്ദ പ്രഭുവിനെ സഹായിക്കാനായിട്ട് ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ചവരാണ്. ഇതിൽ 12ാമത്തേത് കമലാകര പിപ്പലൈ. ഇദ്ദേഹത്തെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ ലഭ്യമായിട്ടുള്ളൂ. ഇദ്ദേഹം മഹാബലനാണ്. കൃഷ്ണലീലയിലെ മഹാബലൻ എന്ന് പറയുന്ന ഗോപാലനാണ്. ഇത് നിത്യാനന്ദ പ്രഭുവിന്റെ ഏറ്റവും അടുത്ത അസോസിയേറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇദ്ദേഹത്തെ കുറിച്ച് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്. ഇദ്ദേഹം അസാധാരണമായിട്ടുള്ള പാസ്റ്റ് ടൈംസ് ആണ് മഹാപ്രഭുവുമായിട്ട് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ആ കൃഷ്ണ പ്രേമം എന്ന് പറയുന്നതും അസാധാരണമായിരുന്നു എന്ന് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നുണ്ട്. ഇദ്ദേഹം സൗത്ത് ബംഗാളിന്റെ കിഴക്ക് ഭാഗത്ത് സുന്ദർബൻ പ്രവിശ്യയിലെ കാലി ജൂലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ശ്രീകര, അമ്മ ദാക്ഷായണി. ഇദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് ഹരിപ്രിയ. ഇദ്ദേഹം നവദ്വീപിലേക്ക് വന്നത് സ്ക്രിപ്ചേഴ്സും ലോജിക്കും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗ്യവശാൽ നിത്യാനന്ദ പ്രഭുവിനെയും മഹാപ്രഭുവിനെയും ദർശനം കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായി. അതോടുകൂടി അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഡോർമെന്റഡ് ആയിരുന്ന കൃഷ്ണപ്രേമം, ഭക്തിലത ബീജത്തെ വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ ആ പരിപൂർണമായിട്ടുള്ള കൃഷ്ണപ്രേമം, ആ കൃഷ്ണപ്രേമത്തിന്റെ സിംറ്റംസ് അദ്ദേഹത്തിന്റെ ഉള്ളില് വളർന്നു വന്നു. അങ്ങനെ പതുക്കെ അദ്ദേഹം പരിത്യാഗിയായിട്ട് മാറുകയാണ് ചെയ്തത്. അത് തന്നെയുമല്ല, അദ്ദേഹത്തിന് ഡെയിലി ജഗന്നാഥൻ സ്വപ്ന ദർശനം കൊടുക്കുമായിരുന്നു. ജഗന്നാഥന്റെ അത്യുജ്വലമായിട്ടുള്ള തേജസ്സുള്ള രൂപം അദ്ദേഹത്തിന്
പതിവായിട്ട് ഉറക്കത്തില് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം വ്രജേന്ദ്ര നന്ദനായ ശ്രീകൃഷ്ണ ഭഗവാനും ജഗന്നാഥനും ഒന്ന് തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് യോഗമായയുടെ ആവരണം നീങ്ങി താൻ ആരാണ്, താന് ആ നിത്യസഖയായിട്ടുള്ള മഹാബലനാണ് എന്ന് അദ്ദേഹത്തിന് സ്വയം ബോധ്യമാവുകയും ചെയ്തു. ഒരിക്കല് മഹാപ്രഭു ജഗന്നാഥപുരിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ കാലിജൂലിയിലുള്ള അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വന്നു മഹാപ്രഭു. അവിടെ കുറച്ചു ദിവസം താമസിച്ചു അദ്ദേഹത്തിനോടൊപ്പം. എന്നിട്ട് പിന്നീട് മഹാപ്രഭു പോകാൻ സമയത്ത് ഇദ്ദേഹത്തിനോട് ഈ മഹേഷപുര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. കാരണം എന്താന്ന് വെച്ചാല് മഹേഷപുരയിലെ ജഗന്നാഥ ബലദേവ സുബ്രഹ്മണ്യയുടെ ഒരു ടെമ്പിൾ ഉണ്ട്. അപ്പൊ അവിടെ പൂജ ചെയ്യുന്ന പൂജാരിക്ക് പ്രായമായിരുന്നു, വയസ്സായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് പകരം ഇദ്ദേഹം അവിടെ ചെന്ന ജഗന്നാഥ് ബലദേവ സുബ്രഹ്മണ്യയെ ആരാധിക്കാനുള്ള അവകാശം ഇദ്ദേഹം ഏറ്റെടുക്കണം. ആ വൃദ്ധനായിട്ടുള്ള ബ്രാഹ്മണരാളെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. അപ്പം ആ സ്ഥാനം ഇദ്ദേഹം ഏറ്റെടുക്കണം. അതാണ് മഹാപ്രഭു ആഗ്രഹിച്ചത്. അങ്ങനെ പിന്നീടുള്ള കാലം അവിടെ കഴിയാനായിട്ട് മഹാപ്രഭു നിർദ്ദേശിക്കുകയും ചെയ്തു. ഇദ്ദേഹം പാനിഹട്ടി ചീടാദഹി ഫെസ്റ്റിവലിൽ ഇദ്ദേഹം സന്നിഹിതനായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കട്ടുവായിൽ വെച്ചിട്ട് ഗംഗാധര പണ്ഡിറ്റിന്റെ തിരോഭാവതിഥി ആഘോഷിക്കുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് ഇത്രയും കാര്യങ്ങളെ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ, കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ 12 ഗോപാലന്മാരുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇത് ഒന്നും കൂടി ഞാനൊന്ന് ചുരുക്കി വിവരിക്കാം. കാരണം കഴിഞ്ഞ ക്ലാസ്സില് ശശികുമാര പ്രഭു എന്നാണ് തോന്നുന്നത്, ആരോ പറഞ്ഞിരുന്നു ഇതെല്ലാം ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യണമെന്ന്. അപ്പൊ നമുക്ക് ഇനിയുള്ള സമയം അതിനായിട്ട് ഉപയോഗിക്കാം. ആദ്യമേ ഞാൻ ഈ 12 പേരുടെ പേരുകള് ഞാൻ അവരുടെ ശാശ്വതമായിട്ടുള്ള പേരും പറയാം. അത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതുമായിട്ട് നിങ്ങൾ അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഒന്നാമത്തെ അഭിരാം ഗോപാല ഠാക്കുറ. അഭിരാം ഗോപാല കൃഷ്ണലീലയിലെ ശ്രീദാമയായിരുന്നു. ഇതിനെക്കുറിച്ച് ഒന്ന് കുറേശ്ശെയായിട്ട് അതിന്റെ ഉള്ളടക്കം ഒന്ന് ഞാൻ പറഞ്ഞു പോകാം. അപ്പൊ പിന്നെ അത് സൗകര്യമുണ്ടല്ലോ നിങ്ങൾക്ക്. അഭിരാം ഗോപാല ഠാക്കുറ ശ്രീദാമയാണ്, കൃഷ്ണലീലയിലെ ശ്രീദാമയാണ്. അതായത് കൃഷ്ണനും ബലരാമനും മറ്റു ഗോപന്മാരും ഒക്കെ പശുക്കളെ മേയ്ക്കാനായിട്ട് പോകുമ്പം ഗോവർദ്ധനത്തിന്റെ സമീപത്തേക്ക് പോകുമ്പോൾ ഇവിടെ അവര് ധാരാളം കളികളിൽ ഏർപ്പെടുമായിരുന്നു. നമ്മളെ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ, അത് ഇപ്പോഴത്തെ കുട്ടികളല്ല, നമ്മളെയൊക്കെ ചെറുപ്പക്കാലത്ത് നമ്മളൊക്കെ കളിച്ചുകൊണ്ടിരുന്ന കളികള് ഇല്ല, സാറ്റ് കളിക്കുക, അടിച്ചിട്ട് ഓടുക, പിന്നെ ഓടിത്തൊടുക, ഇങ്ങനെയൊക്കെയുള്ള ഗുസ്തി പിടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കളികളിൽ ഇവരെല്ലാം ഏർപ്പെട്ടിരുന്നു. അപ്പം ഗോവർദ്ധനത്തിലാണെങ്കിൽ ധാരാളം ഗുഹകളുണ്ട്. അപ്പൊ ഇവര് ഒളിച്ചിരിക്കുന്നത് ആ ഗുഹകളിലാണ്. അങ്ങനെ ഒരു ദിവസം ശ്രീദാമ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ആ ഗുഹയിൽ കയറി അവിടെ കിടന്നുകൊണ്ട് കൃഷ്ണന്റെ ആ പാസ്റ്റ് ടൈംസ് എല്ലാം ഇങ്ങനെ ഓർത്തുകൊണ്ട് അവിടെ കിടന്നു. ഇവരെല്ലാം കളിയൊക്കെ കഴിഞ്ഞ് പശുക്കളെയും കൊണ്ട് തിരിച്ചു പോയി. പക്ഷെ ആരും ശ്രീദാമയുടെ കാര്യം ഓർമ്മിച്ചില്ല. കൃഷ്ണനും ബലരാമനും ഓർമ്മിക്കാഞ്ഞിട്ടല്ല, അവർക്കറിയാം ഇനിയും വരുന്നുണ്ട്. അതിലെ ആ മഹാപ്രഭുവായിട്ട് കൃഷ്ണൻ അവതാരം എടുക്കുമെന്നും ആ സമയത്ത് ശ്രീദാമയുടെ സഹായം ആവശ്യമുണ്ട് എന്നും കൃഷ്ണനും ബലരാമനും അറിയാം. അതുകൊണ്ട് ഇവരെ അറിയാത്ത മട്ടിൽ ഇവര് തിരിച്ചു പോയി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. കൃഷ്ണൻ ബലരാമന്മാര് മധുരയിൽ പോയി, മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് പോയി. ആ സമയത്തൊക്കെ ശ്രീദാമ ഇവിടെ ഇങ്ങനെ കൃഷ്ണ ലീലകൾ സ്മരിച്ചുകൊണ്ട് അവിടെ കിടക്കുകയാണ്. കാലം കടന്നു പോകുന്നതൊന്നും അറിഞ്ഞതേയില്ല. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമന്മാരൊക്കെ അവർ ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു, സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയി. പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാന് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് സങ്കീർത്തന പ്രസ്ഥാനം തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ കലിയുഗത്തില് പശ്ചിമ ബംഗാളില് അവതരിച്ചു. ആ സമയത്ത് മഹാപ്രഭു സന്യാസ ദീക്ഷ എടുത്തു. അതിനുശേഷം സങ്കീർത്തന പ്രസ്ഥാനം പ്രചരിപ്പിക്കാനുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടു. അപ്പോഴാണ് ശ്രീദാമയെ കുറിച്ചിട്ട് ഓർമ്മ വരുന്നത്. അപ്പം നിത്യാനന്ദ പ്രഭുവിനെ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. നീ പോയിട്ട് ശ്രീദാമയെ കൂട്ടിക്കൊണ്ടുവരൂ, ശ്രീദാമ ഇപ്പോഴും അവിടെ കിടപ്പാണ്, ആ ഗുഹയിൽ കിടന്ന് ഉറങ്ങുകയാണ്, അതുകൊണ്ട് നീ പോയിട്ട് അവനെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞ് നിത്യാനന്ദ പ്രഭുവിനെ വൃന്ദാവനത്തിലേക്ക് അയക്കും. അപ്പൊ നിത്യാനന്ദ പ്രഭു വൃന്ദാവനത്തിൽ വന്നിട്ട് അവിടെ ശ്രീദാമ ശ്രീദാമ എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിക്കും. കുറെ പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോൾ ശ്രീദാമ എണീറ്റ് വന്ന് നോക്കുമ്പം
ആരോ ഒരാൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നു. അത് ബലരാമനാണ് എന്ന് മനസ്സിലാവില്ല ശ്രീദാമയ്ക്ക്. അപ്പം നിങ്ങൾ ആരാണ്? ഇപ്പൊ പറയും, ഞാൻ ബലരാമനാണ്. നീ ഇത്രയും നാൾ ഇവിടെ കിടന്നുറങ്ങുകയായിരുന്നു, നീ കാലം കടന്നു പോയത് നീ അറിഞ്ഞില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ഒക്കെ ഞങ്ങളും ഒക്കെ ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ച് പോയിട്ട് നാളുകളായി. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും അവതരിച്ചിരിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ബംഗാളിൽ അവതരിച്ചിട്ടുണ്ട്. ഞാൻ ബലരാമനാണ്, നിത്യാനന്ദ പ്രഭു എന്ന പേരിലാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. സങ്കീർത്തന പ്രസ്ഥാനം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ തിരുനാമം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാം എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ മറ്റനേകം പേരുണ്ട്. അവരെല്ലാം പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ എല്ലാവരും തന്നെ ഈ ഭൗതിക ലോകത്തിൽ എത്തിയിട്ടുണ്ട്. ഇത് കലിയുഗമാണ്. ഇത് കലിയുഗത്തിലെ തിരുനാമത്തിന് മാത്രമേ ഗുണമുള്ളൂ, വേറെ യാതൊന്നുകൊണ്ടും പ്രയോജനം കിട്ടില്ല. അതുകൊണ്ട് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയും. അപ്പം ശ്രീരാമയ്ക്ക് ഇത് വിശ്വാസമാവില്ല. തൻ്റെ ബലരാമനാണ്. കാരണം കൃഷ്ണലീലയിലെ ബലരാമനും ശ്രീരാമയും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എപ്പോഴും അവരെന്ത് ചെയ്യുമ്പോഴും ഇവരൊന്നിച്ചിട്ടാണ്. അത് തന്നെയുമല്ല, ശക്തിയിൽ ഇവരും രണ്ടുപേരും തുല്യരാണ്. ബലരാമനെ തോൽപ്പിക്കാൻ ശ്രീരാമയ്ക്ക് സാധിക്കില്ല, ശ്രീരാമയെ തോൽപ്പിക്കാൻ ബലരാമന് സാധിക്കില്ല. അപ്പൊ ശ്രീരാമ പറഞ്ഞത്, ഞാൻ എങ്ങനെ വിശ്വസിക്കും? എനിക്ക് വിശ്വാസം വരുന്നില്ല. അപ്പൊ ഞാൻ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ഓട്ട മത്സരം വെക്കാം. ഗോവർദ്ധനത്തിന് ചുറ്റും ഓടുക. അതില് എന്നോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം നീ ബലരാമനാണ് എന്ന്. അപ്പം നിത്യാനന്ദ പ്രഭു സമ്മതിച്ചു. ശരി, നമുക്ക് ഓടിത്തുടങ്ങാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഓടി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ശ്രീരാമ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നോടൊപ്പത്തിനൊപ്പം ആരുണ്ട്? നിത്യാനന്ദ പ്രഭു ഉണ്ട്. അങ്ങനെ 4 തവണ ഓടി കഴിഞ്ഞപ്പോൾ ശ്രീരാമയ്ക്ക് മനസ്സിലായി ഇത് സാക്ഷാൽ ബലരാമൻ തന്നെയാണ് എന്ന്. അങ്ങനെ സമ്മതിച്ചു നിത്യാനന്ദ പ്രഭുവിന്റെ മുൻപിൽ. അപ്പം നിത്യാനന്ദ പ്രഭു പറഞ്ഞു, നമുക്ക് ബംഗാളിലേക്ക് പോകാം, മഹാപ്രഭു നിന്നെ കാത്തിരിക്കുകയാണ് എന്ന്. ആദ്യമൊക്കെ സമ്മതിച്ചില്ല. ഞാൻ വൃന്ദാവനം വിട്ടു വരുന്നില്ല, എനിക്കിനി ഒരു ജന്മം വേണ്ട, ഇനി ഞാൻ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഇവിടെ കൃഷ്ണലീലകൾ ധ്യാനിച്ചുകൊണ്ട് ഈ വൃന്ദാവനത്തിൽ തന്നെ കഴിഞ്ഞോളാം എന്ന് പറയും. പക്ഷേ നിത്യാനന്ദ പ്രഭു സമ്മതിക്കില്ല. അപ്പൊ പറഞ്ഞു, നീ ജനിക്കുകയൊന്നും വേണ്ട, ബംഗാളിലേക്ക് വന്നാൽ മാത്രം മതി, നമുക്ക് നടന്നു പോകാം, നടന്ന് മഹാപ്രഭുവിന്റെ അവിടെ നടത്തിയ പാസ്റ്റ് ടൈംസ് ഒക്കെ പറഞ്ഞു കേൾപ്പിക്കാൻ ഞാൻ, അതുകൊണ്ട് നീ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ എങ്ങനെ പറഞ്ഞാൽ നിർബന്ധിച്ച് കൊണ്ടുപോകും. പോകുന്ന വഴിക്ക് മഹാപ്രഭുവിന്റെ ആ കുട്ടിയായിരിക്കുമ്പോഴുള്ള ലീലകളെല്ലാം തന്നെ ഈ ശ്രീരാമയെ പറഞ്ഞു കേൾപ്പിച്ചും കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഇവര് ബംഗാളിലെത്തി, മഹാപ്രഭുവിന്റെ അടുത്തെത്തി. മഹാപ്രഭു ഓടി വന്ന് ആലിംഗനം ചെയ്യും ശ്രീരാമയെ. എന്നിട്ട് കളിയാക്കും, നീ മൂർഖനാണ്, നീ വിഡ്ഢിയാണ്, നീ ഇത്രയും നാൾ നീ ഉറങ്ങി കഴിച്ചു കൂട്ടിയല്ലോ, കാലങ്ങൾ കടന്നുപോയതൊന്നും നീ അറിഞ്ഞില്ല. അപ്പൊ ശ്രീരാമയ്ക്ക് അല്പം അല്പരസമുണ്ട് ഇവരോട് രണ്ടുപേരോടും, നിത്യാനന്ദ പ്രഭുവിനോടും മഹാപ്രഭുവിനോട്. കാരണം ശ്രീരാമ ഉറങ്ങുകയായിരുന്നെങ്കിലും വിളിക്കാതല്ല ഇവര് പോയത്. അപ്പൊ അതിലൊരു നേരിയ പരിഭവമുണ്ട്. അപ്പൊ അത് പറയുകയും ചിലപ്പോൾ പറഞ്ഞു, അത് ഞങ്ങൾ മറന്നിട്ടല്ല, പക്ഷെ ഈ ലീലയിൽ നിന്റെ സഹായം ആവശ്യമുണ്ട്, അപ്പൊ നീ ഇവിടെ തന്നെ ഉണ്ടാവണം എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ നിന്നെ വിളിക്കാതെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും. അപ്പൊ ആ സമയത്ത് ശ്രീരാമ മഹാപ്രഭുവിനെ നമസ്കരിക്കും. അപ്പം ശ്രീരാമയുടെ ഉയരം എന്ന് വെച്ചാൽ ദ്വാപര യുഗത്തിലെ ആൾക്കാരുടെ ഉയരമാണ്. കലിയുഗത്തിലെ ആൾക്കാർക്ക് ഉയരം കുറവാണ്. മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും ഒക്കെ 8 അടി ഉയരമാണ്. പക്ഷെ അവരെക്കാട്ടിൽ ഉയരമുണ്ട് ശ്രീരാമയ്ക്ക്. അപ്പൊ ഇവര് പരസ്പരം പറയും, ഇവനെ ഇങ്ങനെ ആയാൽ ശരിയാവില്ല, കലിയുഗത്തിലെ ആൾക്കാരൊക്കെ വളരെ ചെറുതാണ്, ഈ കലിയുഗത്തിലെ മുന്നോട്ട് പോകും തോറും നമ്മുടെ കൈവിരലിന്റെ കുഞ്ഞു വിരലിന്റെ അത്രയും ആൾക്കാരുണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവന്റെ ഹൈറ്റ് ഉയരം കുറയ്ക്കണം എന്നും പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ശ്രീരാമയുടെ 2 തോളിലും പിടിച്ച് തൂങ്ങിക്കിടന്നിട്ട് ആ തോളില് ചവിട്ടി കയറി ഇങ്ങനെ താഴോട്ട് അമർത്തും. ആ താഴോട്ട് പ്രസ് ചെയ്യുമ്പോൾ ശ്രീരാമയുടെ ഉയരം കുറഞ്ഞ കലിയുഗത്തിലെ സാധാരണ ഒരു ആളിന്റെ രൂപമാകും, അത്രയും ഉയരമാകും. എന്നിട്ട് ശ്രീരാമ എന്നുള്ള പേര് മാറ്റി അഭിരാം ഗോപാൽ എന്ന് വിളിക്കും മഹാപ്രഭു. പിന്നീട് പറയും മഹാപ്രഭു, നീ അഭിരാം എന്നാണ് നീ അറിയപ്പെടുന്നത്, നീ ഗോപാലനായതുകൊണ്ട് അഭിരാം ഗോപാൽ എന്ന പേരിൽ നീ അറിയപ്പെടും എന്ന് പറയും. എന്നിട്ട് നിത്യാനന്ദ പ്രഭുവിനോടൊപ്പം ബംഗാളിലേക്ക് ഈ സങ്കീർത്തന പ്രസ്ഥാനം പ്രചരിപ്പിക്കാനായിട്ട് വിടുകയാണ് ചെയ്യുന്നത്.
ഇനി നമുക്ക് അഭിരാം ഗോപാലിലേക്ക് വരാം. അഭിരാം ഗോപാല് പറഞ്ഞല്ലോ, ശ്രീദാമ എന്ന് പറയുന്ന സഖയാണ്. അഭിരാം ഗോപാലിന്റെ കയ്യിൽ ഒരു ചാട്ടയുണ്ട്. ചാട്ട എന്ന് പറയാൻ ഒക്കത്തില്ല, ഒരു വിശറി പോലൊരു സാധനമുണ്ട്. അതിന്റെ പേര് ജയമംഗളം എന്നാണ്. ആ വിപ്പ് വെച്ചിട്ട് ആരെ സ്പർശിച്ചാലും അവര് കൃഷ്ണഭക്തിയാൽ ഉന്മത്തരാവും. എത്ര ഭക്തിയില്ലാത്തവരും ആ ഭക്തിയുടെ ഉന്മാദാവസ്ഥയിൽ അവര് ആനന്ദ നൃത്തം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അഭിരാം താക്കൂർ ഏത് വിഗ്രഹങ്ങളെ സ്പർശിച്ചാലും അത് വിഷ്ണു തത്വമല്ലെങ്കിൽ ആ വിഗ്രഹം പൊട്ടിത്തെറിക്കും. അതുപോലെ ആരെ നമസ്കരിച്ചാലും അവര് ശുദ്ധ ഭക്തരല്ലെങ്കിൽ അപ്പോൾ അവരവിടെ മരിച്ചു വീഴും. അത് കാരണം അഭിരാം താക്കൂർ എന്ന പേര് കേൾക്കുമ്പോഴേ എല്ലാവരും ഓടി ഒളിക്കും. ആരും മുന്നിൽ വരാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം ഇതാണ്, അവരുടെ ഉള്ളില് ശുദ്ധ ഭക്തി ഇല്ലെങ്കിൽ, കൃഷ്ണപ്രേമം ഇല്ലെങ്കിൽ അവരവിടെ മരിച്ചു വീഴുകയാണ് ചെയ്യുക. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഭിരാം താക്കൂറിന്റെ ജീവിതത്തിൽ. പക്ഷെ ഇത് അഭിരാം താക്കൂർ മനഃപൂർവ്വമല്ല, അത് നമ്മളെ പോലെയുള്ള പതിതാത്മാക്കളുടെ തെറ്റാണ്. നമ്മളുടെ ഉള്ളിലുള്ള കൃഷ്ണപ്രേമം, ശരിയായിട്ടുള്ള കൃഷ്ണഭക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ആൾക്കാരൊക്കെ അഭിരാം താക്കൂറിനെ പഴിചാരിക്കൊണ്ടിരുന്നു. ഒരിക്കല് നിത്യാനന്ദ പ്രഭുവിന് മക്കളുണ്ടായി. ജാനവമാത, വസുധ, ഇവരാണ് നിത്യാനന്ദ പ്രഭുവിന്റെ പത്നിമാര്. അപ്പൊ അവരില് 5-6 പെൺകുട്ടികൾ ഉണ്ടായി ആദ്യം. പക്ഷെ ഇവരെയൊക്കെ അഭിരാം ഠാക്കൂർ കാണാൻ വരുമ്പോ നിത്യാനന്ദ പ്രഭുവിന് അറിയാം കാര്യം. പക്ഷെ വിലക്കാനൊക്കെ ഇല്ലല്ലോ, തൻ്റെ അനുയായിയാണ്, തൻ്റെ ഭക്തനാണ്, അപ്പൊ വിലക്കാൻ സാധിക്കില്ല. അപ്പൊ സന്തോഷത്തോടെ സ്വീകരിച്ച് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ എടുത്ത കയ്യിൽ കൊടുക്കും. അഭിരാം ഠാക്കൂർ തൻ്റെ മടിയിൽ വെക്കുമ്പോൾ ആ കുട്ടി മരിച്ചു പോവുക ചെയ്ത്. ഇങ്ങനെ ആ പെൺകുട്ടികളെല്ലാം തന്നെ മരണപ്പെട്ടു. അപ്പം ജാനവമാതയ്ക്കും വസുധയ്ക്കും ഭയങ്കര വിഷമമായി. നിത്യാനന്ദ പ്രഭു അവരെ ആശ്വസിപ്പിച്ചു, അവരെ ശുദ്ധ ഭക്തരല്ലാത്തത് കൊണ്ടാണ് അവർ മരണപ്പെട്ടത് എന്ന്. പക്ഷെ അവർക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. അപ്പൊ അതിനുശേഷം ഒരു ആൺകുട്ടി ഉണ്ടായി, വീരചന്ദ്ര ഠാക്കൂർ. വീരചന്ദ്ര ഠാക്കൂർ ജനിച്ചപ്പോൾ ജാനവമാതയും വസുധയും തീരുമാനിച്ചു ഒരു കാരണവശാലും അഭിരാം ഠാക്കൂറിനെ 7 അയൽവക്കത്ത് അടുപ്പിക്കില്ല എന്ന്. അത് തന്നെയുമല്ല, നിത്യാനന്ദ പ്രഭുവിനോട് ഇവര് പറയുകയും ചെയ്തു. അപ്പൊ നിത്യാനന്ദ പ്രഭുവിന് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നിത്യാനന്ദ പ്രഭു എന്ത് ചെയ്തു, ആ പ്രദേശത്തുള്ളവരോടെല്ലാം തന്നെ പറഞ്ഞു വെപ്പിച്ചു, അഭിരാം ഠാക്കൂറിനെ അന്നൊക്കെ കടത്ത് കടന്ന് വേണം നിത്യാനന്ദ പ്രഭുവിന്റെ ഭവനത്തിലേക്ക് വരണമെങ്കിൽ. അപ്പൊ ഗംഗാ നദി ഒരു കാരണവശാലും കടത്താൻ പാടില്ല എന്ന് കടത്തുകാരനെ ഏൽപ്പിച്ച് അവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു വെച്ചു. അപ്പം നരഹരി സർക്കാര് നിത്യാനന്ദ പ്രഭുവിനുണ്ടായ കുട്ടിയെ കാണാൻ, അതായത് വീരചന്ദ്ര ഠാക്കൂറിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ അഭിരാം ഠാക്കൂറിനോട് ചോദിച്ചു, നീ വരുന്നില്ലേ എന്ന്. അപ്പൊ അഭിരാം ഠാക്കൂർ പറഞ്ഞു, ഞാൻ വരുന്നില്ല, എന്നോട് പറഞ്ഞിട്ടില്ല കുട്ടി ഉണ്ടായി വരും, പിന്നെ ഞാൻ എന്തിനാണ് വരുന്നത് എന്ന്. അപ്പൊ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളല്ലേ, അങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത് കേട്ടിട്ട് അഭിരാം ഠാക്കൂറിന്റെ പത്നി മാലിനി ദേവി പറഞ്ഞു, അഭിരാം ഠാക്കൂർ ശരിയായിട്ടുള്ളൊരു ഗോപാലനാണ്, അപ്പൊ ക്ഷണിക്കേണ്ട ആവശ്യമില്ല, അഭിരാം ഠാക്കൂർ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ നരഹരി ഠാക്കൂർ കുട്ടിയുടെ ദർശനം എടുക്കാനായിട്ട് വന്നു. അപ്പം നരഹരി ഠാക്കൂറും കടത്തുകാരനോട് പറഞ്ഞു, അഭിരാം ഠാക്കൂർ വരും നിത്യാനന്ദ പ്രഭുവിന്റെ കുഞ്ഞിനെ കാണാനായിട്ട്, ഒരു കാരണവശാലും അക്കരയോട്ട് കടത്തരുത് എന്ന് പറഞ്ഞു. നീ എന്തെങ്കിലും അവിടെയുള്ള കടത്തുകാരെയൊക്കെ പറഞ്ഞേൽപ്പിച്ചു. അപ്പൊ അവരെല്ലാം പറഞ്ഞു, ശരി, ഞങ്ങൾ അങ്ങ് അക്കരെ കടത്തില്ല എന്ന് അവർ ഉറപ്പിച്ചു. അപ്പൊ നരഹരി ഠാക്കൂറിനെ അക്കരെ കടത്തിയ ശേഷം ഇവരൊക്കെ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ബോട്ടൊക്കെ വെള്ളത്തില് വഞ്ചിയൊക്കെ വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് അപ്പോഴേക്കും അഭിരാം ഠാക്കൂർ വന്നു. അഭിരാം ഠാക്കൂറിന് ചോദിച്ചപ്പോ ഇവര് ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്തിനാ എന്റെ പേര് ചോദിക്കുന്നത്, എനിക്ക് അക്കരെ വരെ പോകണം. അപ്പൊ ചോദിച്ചു, അക്കരെ എവിടെ പോകേണ്ടത്? അപ്പൊ പറഞ്ഞു, നിത്യാനന്ദ പ്രഭുവിന് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, ആ കുട്ടിയെ കാണാൻ പോവുകയാണ്. അപ്പൊ ഇത് കേട്ടപ്പോ ഈ കടത്തുകാരൊക്കെ ചോദിച്ചു, നിങ്ങളാണോ അഭിരാം ഠാക്കൂർ? അപ്പൊ അഭിരാം ഠാക്കൂറിന് മനസ്സിലായി ഇവരെന്തോ വേല ഒപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ പറഞ്ഞു, അഭിരാം ഠാക്കൂർ ആണെങ്കിൽ ഞങ്ങൾ അക്കരെ കടത്തില്ല. അപ്പൊ അഭിരാം ഠാക്കൂർ തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് കുറെ തുണി എടുത്തിട്ട് അത് കൊണ്ടുവന്ന് ഗംഗാ നദിയിലേക്ക് ഇട്ടു. ആ തുണി ഗംഗാ നദിയിലേക്ക് ഇട്ടിട്ട് ആ തുണിയുടെ പുറത്ത് കയറി അക്കരെ കടന്നപ്പോൾ അക്കരെ എത്തിയപ്പോൾ ആൾക്കാർക്കൊക്കെ മനസ്സിലായി അഭിരാം ഠാക്കൂറിന്റെ ഈ സിദ്ധി അവർക്കെല്ലാം മനസ്സിലായി, ഇതൊരു സാധാരണ വ്യക്തിയല്ല, ഇത് ദിവ്യത്വമുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നവർ ഉറപ്പിച്ചു.
അങ്ങനെ നിത്യാനന്ദ പ്രഭുവിന്റെ ഭവനത്തിലേക്ക് നടക്കുകയാണ്. അപ്പൊ ആൾക്കാരൊക്കെ ഓടി നിത്യാനന്ദ പ്രഭുവിനെ ഓടി പറഞ്ഞു, ചെന്നിട്ട് പറഞ്ഞു, വേഗം കുട്ടിയെ മാറ്റിക്കൊള്ളൂ, കുട്ടിയെ കാണിക്കേണ്ട അഭിരാം ഠാക്കൂർ വരുന്നുണ്ട് എന്ന്. പക്ഷെ നിത്യാനന്ദ പ്രഭു എന്ത് ചെയ്യും? അപ്പം ജാനകമാതയ്ക്കും വസുതയ്ക്കും ഒക്കെ സങ്കടമായി. ഇനി എന്ത് ചെയ്യും? നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുമെന്ന് നിത്യാനന്ദ പ്രഭു പറഞ്ഞു. ഇവനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നിത്യാനന്ദ പ്രഭുവിനറിയാം വീരചന്ദ്ര ഠാക്കൂർ വിഷ്ണു തത്വമാണ്. അതുകൊണ്ട് അഭിരാം ഠാക്കൂർ വന്ന കുട്ടിയെ കയ്യിലെടുത്താലും ഈ കുട്ടിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നിത്യാനന്ദ പ്രഭുവിനറിയാം. പക്ഷെ അതൊന്നും ഇവരോട് പറഞ്ഞില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ, കാരണം എൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്, എനിക്ക് വരണ്ടെന്ന് പറയാൻ നിവൃത്തിയില്ല. ഇതും പറഞ്ഞിട്ട് നിത്യാനന്ദ പ്രഭു അവിടെ ഉള്ളവരെയൊക്കെ കൂട്ടി മൃദംഗവും കരതാളും ഒക്കെ ആയിട്ട് സങ്കീർത്തനം ചെയ്തുകൊണ്ട് അഭിരാം ഠാക്കൂറിനെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ കുറച്ചു നേരം അവർ നാമസങ്കീർത്തനം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പല കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം അഭിരാം ഠാക്കൂർ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, എനിക്ക് നന്നേ വിശക്കുന്നു പറഞ്ഞിട്ട് അപ്പം നിത്യാനന്ദ പ്രഭു വേഗം പ്രസാദം കൊടുത്തു. പ്രസാദം വിളമ്പുന്നതൊക്കെ കഴിക്കുകയാണ്, മതിയെന്ന് പറയുന്നില്ല. അവിടെ വന്നവർക്കൊക്കെ കൊടുക്കാൻ വെച്ചിരുന്ന ഭക്ഷണങ്ങളെല്ലാം ഇങ്ങനെ വിളമ്പുകയാണ്, അതെല്ലാം കഴിക്കുകയാണ്. അപ്പൊ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോ പാത്രത്തിലൊന്നുമില്ല. നിത്യാനന്ദ പ്രഭുവിന് സങ്കടമായി. അപ്പൊ നിത്യാനന്ദ പ്രഭു പറഞ്ഞു, നീ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ ഇവിടെ ഉള്ളവർക്കൊക്കെ ഞാൻ എന്തു കൊടുക്കും? അപ്പൊ അഭിരാം ഠാക്കൂർ പറഞ്ഞു, ഞാനൊരു ഗോപാലനാണെന്ന് അറിയില്ലേ, ഗോപാലൻ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കും. അപ്പൊ പറഞ്ഞു, അങ്ങ് അടുക്കളയിൽ ഒന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞു. ഇപ്പൊ നിത്യാനന്ദ പ്രഭു അടുക്കളയിൽ വന്ന് നോക്കിയപ്പോ അവിടെ എല്ലാ പാത്രങ്ങളിലും നിറയെ പ്രസാദമുണ്ട്. അപ്പൊ നിത്യാനന്ദ പ്രഭുവിന് വളരെയധികം സന്തോഷമായി. അപ്പൊ അഭിരാം ഠാക്കൂർ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇനി എല്ലാവർക്കും പ്രസാദം കൊടുത്തോളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് കൈ കഴുകി അവിടെ മാറി അവിടെ ഇരുന്നു. അപ്പം പിന്നീട് എല്ലാവരും പ്രസാദം കഴിച്ചു കഴിഞ്ഞപ്പോൾ അഭിരാം ഠാക്കൂർ പറഞ്ഞു, എവിടെ കുഞ്ഞെന്നെ, ഇതേവരെയും കുട്ടിയെ കാണിച്ചില്ലല്ലോ, കുട്ടിയെ കാണിക്കൂ എന്ന് പറഞ്ഞു. അപ്പം ജാനകമാതയ്ക്കും വസുതയ്ക്കും സങ്കടമാണ്. അവര് കരഞ്ഞു തുടങ്ങി. നിത്യാനന്ദ പ്രഭു കുട്ടിയെ എടുത്തുകൊണ്ടുവന്ന് അഭിരാം ഠാക്കൂറിന്റെ മടിയിൽ വെച്ചു. പക്ഷെ ആ കുട്ടിക്ക് ഒന്നുമേ സംഭവിച്ചില്ല. കാരണം ആ വീരചന്ദ്ര ഠാക്കൂർ, ആ കുട്ടിയുടെ പേര് വീരചന്ദ്ര ഠാക്കൂർ എന്നാണ്. ആ കുട്ടി വിഷ്ണു തത്വമാണ്. അതുകൊണ്ട് ആ കുട്ടിക്കൊന്നുമേ സംഭവിച്ചില്ല. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. അഭിരാം ഠാക്കൂർ മടങ്ങി പോവുകയും ചെയ്തു. പിന്നീട് ഒരിക്കല് മുകുന്ദദത്തയുടെ ഭവനത്തിൽ ചെന്നു. മുകുന്ദദത്തയുടെ മകൻ രഘുനന്ദൻ ആചാര്യൻ, ഞാൻ ലഡ്ഡു ഗോപാലിന്റെ കഥ പറഞ്ഞതാണ്, ഇനി ആ കഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ലഡ്ഡു ഗോപാലിന്റെ കഥ രഘുനന്ദന ഠാക്കൂറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ രഘുനന്ദനെ കാണാനായിട്ടാണ് മുകുന്ദദത്തയുടെ വീട്ടിൽ ചെല്ലുന്നത്. അപ്പൊ മുകുന്ദദത്തയ്ക്ക് അഭിരാം ഠാക്കൂറിനെ കണ്ടപ്പോൾ സങ്കടമായി. അപ്പൊ പറഞ്ഞു, എൻ്റെ മകൻ ഇവിടെ ഇല്ല, അവൻ കളിക്കാൻ എവിടെയോ പോയിരിക്കുകയാണ്, എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അഭിരാം ഠാക്കൂർ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം വന്ന വഴിയെ മടങ്ങി. പക്ഷേ ഈ രഘുനന്ദനെ എങ്ങനെയോ അറിഞ്ഞു അഭിരാം ഠാക്കൂർ തന്നെ കാണാനായിട്ട് വീട്ടിൽ വന്നിരുന്നു എന്ന്. അപ്പൊ രഘുനന്ദൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അഭിരാം ഠാക്കൂറിനെ അന്വേഷിച്ചു പോയി. അദ്ദേഹത്തെ കണ്ടുപിടിച്ച് രണ്ടുപേരും കൂടി അവിടെ തിരുനാമം ജപിച്ച് ആനന്ദ നൃത്തം ചെയ്തു. നൃത്തം ചെയ്യുന്ന സമയത്ത് രഘുനന്ദന്റെ കാലിലെ കാൽത്തല ഊരി ദൂരെ എവിടെയോ തെറിച്ചു വീണത് അഭിരാം ഠാക്കൂർ ആരാധിച്ചിരുന്ന ആ ഒരു ഗോപിനാഥ വിഗ്രഹമുണ്ട്. അതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ അഭിരാം ഠാക്കൂറിനെ കുറിച്ച് പറഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതെല്ലാം വിശദീകരിച്ചതാണ്. അവിടെ അടുത്തായിട്ടാണ് ചെന്ന് വീണത്. അപ്പൊ ആ സ്ഥലത്തിന് നൂപുരകുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നും ആ സ്ഥലം അവിടെ ഉണ്ട്, നൂപുരകുണ്ട്. നമുക്ക് ആ ബംഗാളിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നവദ്വീപിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ദൂരമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്നും ആ സ്ഥലം കാണാൻ സാധിക്കും. പിന്നീട് രഘുനാഥ് ഠാക്കൂർ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ മുകുന്ദദത്തയ്ക്ക് വളരെയധികം സന്തോഷമായി. അപ്പൊ ഒരിക്കല് മഹാപ്രഭു, അത് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്, മുകുന്ദദത്തയും രഘുനന്ദന ഠാക്കൂറും കൂടി മഹാപ്രഭുവിന്റെ ദർശനത്തിനായിട്ട് വന്നപ്പോൾ മഹാപ്രഭു മുകുന്ദദത്തയെ കളിയാക്കി. ഇവര് രണ്ടുപേരെയും കളിയാക്കി. നിങ്ങളിൽ ആരാണ് അച്ഛനും മകനും? രഘുനന്ദനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവനാണ് അച്ഛൻ. മുകുന്ദദത്തയോട് പറഞ്ഞു, നീയാണ് മകൻ എന്ന്. കാരണം എന്താന്ന് വെച്ചാല് ഭക്തിയില് മുകുന്ദദത്തയെക്കാട്ടിലും ഉന്നത തലത്തിലാണ് രഘുനന്ദനൻ സ്ഥിതി ചെയ്യുന്നത്. അതിനെ പരോക്ഷമായിട്ട് മഹാപ്രഭു സൂചിപ്പിക്കുകയാണ് ചെയ്തത്. അഭിരാം ഠാക്കൂറിന്റെ പിന്നെ ശ്രീനിവാസാചാര്യരോട് വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ട് എല്ലാവരും പറഞ്ഞു. പക്ഷെ
ശ്രീനിവാസ ആചാര്യന് ബംഗാളിലുള്ള മഹാപ്രഭുവിന്റെ അനുയായികളെ എല്ലാം ദർശിച്ച്, അന്ന് ജീവിച്ചിരുന്ന അനുയായികളെയൊക്കെ ദർശനം എടുത്തിട്ടാണ് വൃന്ദാവനത്തിലേക്ക് ചെല്ലുന്നത്. അതും നമ്മൾ കണ്ടതാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി എല്ലാവരും തന്നെ ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ചു പോയിരുന്നു. പിന്നീട് ഉണ്ടായിരുന്നത് ജീവ ഗോസ്വാമിയാണ്. അപ്പൊ ശ്രീനിവാസ ആചാര്യര് അഭിരാം ഠാക്കൂറിന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ശ്രീനിവാസ ആചാര്യർ ഇതേപോലെ ജയമംഗൾ വെച്ചിട്ട് 3 തവണ അടിക്കും. അപ്പൊ മാലിനി ദേവി ഓടി വന്ന വടി ആ വിപ്പ് പിടിച്ചു വാങ്ങിയിട്ട് പറയും, മതി, ഇവൻ കുട്ടിയാണ്, ഇപ്പോൾ തന്നെ ഇവൻ കൃഷ്ണഭക്തിയാൽ ഉന്മത്തനാണ്, ഇനി അവനെ അടിച്ചു കഴിഞ്ഞാൽ ആ ഭക്തി അവന് താങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ശ്രീനിവാസനെ കെട്ടിപ്പിടിച്ച് നിൽക്കും മാലിനി ദേവി. മാലിനി ദേവി പറഞ്ഞാല് അഭിരാം ഠാക്കൂറിന്റെ പത്നി, അഭിരാം ഠാക്കൂറിന്റെ തന്നെ വിസ്തരണമാണ് മാലിനി ദേവി. മാലിനി ദേവിയും ഒരു ദിവ്യ സ്ത്രീ ആയിരുന്നു എന്ന് തന്നെ പറയും. പറഞ്ഞതാണ്. എങ്ങനെയാണ് പ്രകടമായതെന്ന് ഞാൻ പറഞ്ഞു. ഒരു വലിയ അയൺ ബോക്സിന്റെ ഉള്ളിലാണ് മാലിനി ദേവി പ്രകടമായിട്ട് യമുനയിൽ നിന്ന് ഒഴുകി ബംഗാളിൽ എത്തുകയാണ് ചെയ്തത്. പോരുന്ന വഴിക്കുള്ള വള്ളിപ്പടർപ്പുകളും ഉണങ്ങിയ വൃക്ഷങ്ങളും ഉണങ്ങിയ പുല്ല് വരെ എല്ലാം പൊട്ടി മുളച്ച് തളിർത്ത് പൂക്കളുണ്ടാകുന്നു. അപ്പൊ എല്ലാവരും അത്ഭുതപ്പെട്ടു. ആ മാലിനി ദേവിയുടെ എന്താ പറയുക, ഡിവോഷന്റെ ഫലമായിട്ടാണ് ഇത്. മാലിനി ദേവിയും ധാരാളം അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇവര് രണ്ടുപേരും ഒരുമിച്ച് ആ ഗോപിനാഥ വിഗ്രഹത്തെ ആരാധിച്ചിരുന്നു. അവിടെ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭു അനുയായികളുമൊക്കെ ആ ഗോപിനാഥ വിഗ്രഹം ദർശിക്കാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ആ ഗോപിനാഥ വിഗ്രഹം ഇപ്പോഴും നമുക്ക് ബംഗാളില് ചെന്നാൽ അത് കാണാൻ സാധിക്കും. ആ വിഗ്രഹം അഭിരാം ഠാക്കൂർ ആരാധിച്ചിരുന്ന വിഗ്രഹം, അഭിരാം ഠാക്കൂറിന്റെ കയ്യിലുണ്ടായിരുന്ന ജയമംഗൾ എന്ന് പറയുന്ന ആ ചാട്ടയും അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനിയും നമുക്ക് അടുത്തത് സുന്ദരാനന്ദ താക്കൂർ. സുന്ദരാനന്ദ താക്കൂർ സുദാമയാണ്. കൃഷ്ണലീലയിലെ സുദാമ സഖയാണ് സുന്ദരാനന്ദ താക്കൂർ. സുന്ദരാനന്ദ താക്കൂർ പറഞ്ഞാൽ അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിന്റെ ശാഖയിൽ ഒന്നാണ്. ചൈതന്യ ചരിതാമൃതത്തിലെ മഹാപ്രഭുവിന്റെ ഡിസയർ ട്രീയെ കുറിച്ച് പറയുന്നുണ്ട്. അതിലെ നിത്യാനന്ദ പ്രഭുവിന്റെ ബ്രാഞ്ചാണ് സുന്ദരാനന്ദ ഠാക്കൂർ. എപ്പോഴും വൃന്ദാവനത്തിലെ ആ ഗോപ ഭാവത്തിലായിരുന്നു സുന്ദരാനന്ദ ഠാക്കൂർ. അദ്ദേഹം ബംഗാളിലെ ജസോർ ജില്ലയിലെ മഹേഷപുര എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹം ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങള് രാധാവല്ലഭ, രാധാരമണ. പിന്നീട് ഈ വിഗ്രഹങ്ങള് അവിടുത്തെ പുരോഹിതരെ സെയ്താബാദിലേക്ക് മാറ്റി. ഇന്നും സുന്ദരാനന്ദയ്ക്ക് പിൻഗാമികൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് വിഗ്രഹങ്ങള് മഹേഷപുര എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നാല് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് നിഗൂഢ ശക്തികൾ ധാരാളം ഉണ്ടായിരുന്നു സുന്ദരാനന്ദ ഠാക്കൂറിന്. അതിൽ 1-2 ഞാൻ പറഞ്ഞതാണ്. നാരകത്തിൽ നിന്നും കദംബ പൂക്കളെ വിരിയിക്കുമായിരുന്നു. എന്നിട്ട് ആ കദംബ പൂക്കൾ അദ്ദേഹത്തിന്റെ അർച്ച വിഗ്രഹത്തിന്, രാധാരമൺ വിഗ്രഹത്തിന് അർപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ പുഴയിൽ നിന്നും ഗംഗാനദിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള മുതലകളെയൊക്കെ പിടിച്ചുകൊണ്ടൊന്ന് കരക്കിടും. അങ്ങനെ നിഗൂഢമായിട്ടുള്ള ഒരു ശക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു സുന്ദരാനന്ദ ഠാക്കൂർ. അതായത് അധപതിച്ച ആത്മാക്കളെ ഉദ്ധരിക്കുന്നതിലായിരുന്നു ഇദ്ദേഹം ഏർപ്പെട്ടിരുന്നത്. അതായത് സങ്കീർത്തന പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നതിലാണ് അദ്ദേഹം വ്യാപൃതനായിരുന്നത്. അദ്ദേഹത്തിന്റെ തിരോഭാവം കാർത്തിക അമാവാസി ദിനത്തിലാണ്. ഇനി അടുത്തത് മഹേഷ പണ്ഡിതൻ. മഹേഷ പണ്ഡിതനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. മഹേഷ പണ്ഡിതൻ മഹാബാഹു എന്നറിയപ്പെടുന്ന ഗോപാലനാണ്. കൃഷ്ണലീലയിലെ മഹാബാഹുവാണ്. ഇദ്ദേഹത്തിന്റെ ഭവനം എന്ന് പറയുന്നത് ഗംഗാനദിയുടെ കിഴക്കു ഭാഗത്ത് മസിപൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. പിന്നീട് അവിടെയൊക്കെ ഗംഗാനദിയിലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം പൊങ്ങുമ്പോൾ അവിടെയെല്ലാം ഇന്നും മായാപൂർ, നവദ്വീപിലൊക്കെ വെള്ളം കയറുമ്പം ചില സ്ഥലങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോവുക ചെയ്യുക. അങ്ങനെ മഹാപ്രഭുവിന്റെ കാലത്തുണ്ടായിരുന്ന പല ദ്വീപുകൾ ഇന്ന് ഗംഗാനദിയിലാണ്, വെള്ളത്തിലാണ്. അതിന് പകരം കരയായിട്ടുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ പല ദ്വീപിനും പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ എന്തു ചെയ്തു? ഇദ്ദേഹത്തിന്റെ മഹേഷ പണ്ഡിതന്റെ സമാധി അവിടെ നിന്നും
ചാക് ഡഹ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, പാൽപാറ അത് ചാക് ഡഹ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്, അങ്ങോട്ടേക്ക് മാറ്റി. പിന്നീട് അവസാനം അവിടെയും വെള്ളം കയറിയപ്പോൾ അവിടെ നിന്നും അദ്ദേഹത്തിന്റെ സമാധി കങ്കാളപുലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റി. അപ്പൊ നിത്യാനന്ദ പ്രഭുവിന്റെ ആ ഡിസൈർ ട്രീയുടെ ഒരു ശാഖയാണ് മഹേഷ പണ്ഡിതൻ. അദ്ദേഹം മഹാപ്രഭുവിന്റെ നിത്യാനന്ദ പ്രഭുവിനോടൊപ്പം സങ്കീർത്തന പ്രസ്ഥം വ്യാപിപ്പിക്കുന്നതിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു. ഇവരെ 3 പേരാണ്, 3 സഹോദരങ്ങളാണ്. ജഗദീശ പണ്ഡിതൻ, ഹിരണ്യ പണ്ഡിതൻ, മഹേശ പണ്ഡിതൻ, ഇങ്ങനെ 3 പേരാണ്. ഇദ്ദേഹം ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങള് ഗൗര നിത്യാനന്ദ ഡെയ്റ്റീസ് ഉണ്ടായിരുന്നു, ഗോപിനാഥ മദന മോഹന, പിന്നെ രാധ ഗോവിന്ദ, പിന്നെ ശാലഗ്രാമ ശിലകള്. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പുഷ്പസമാധിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹം ചീടാദഹി ഫെസ്റ്റിവലിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് നിത്യാനന്ദ പ്രഭുവിനോടൊപ്പം. അതുപോലെ തന്നെ ഖർദാഹയില് നരോത്തം ദാസ് ഠാക്കൂർ വന്നപ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മഹേഷ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഒരു അങ്ങേയറ്റം വിനയാന്വിതനായിട്ടുള്ള ഒരു ഗോപാലനായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യില് ഈ തബല, കെറ്റിൽ ഡ്രം, തബല പോലൊരു സാധനം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് അതിൽ കൊട്ടിക്കൊണ്ട് അദ്ദേഹം ആനന്ദ നൃത്തത്തിൽ ഏർപ്പെടുമായിരുന്നു എന്നാണ് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം 2-3 ദിവസം തുടർച്ചയായിട്ട് അദ്ദേഹം നൃത്തം ചെയ്യും. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കേണ്ട, വെള്ളം കുടിക്കേണ്ട, ഒന്നും വേണ്ട. തിരുനാമം ജപിച്ച ദിവസങ്ങളോളം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം നൃത്തം ചെയ്യുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത്രയ്ക്ക് എക്സാൾട്ടഡ് ഡിവോട്ടിയാണ് ഈ മഹേഷ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ തിരോഭാവ തിഥി എന്ന് പറയുന്നത് പൗഷമാസത്തിലെ കൃഷ്ണ ത്രയോദശിയിലാണ്. പിന്നെ ഭക്തി വിനോദ ഠാക്കൂർ പറയുന്നുണ്ട്, ഇദ്ദേഹം പരമമഹന്ത എന്നാണ്, അതായത് മഹാഭാഗവതനാണെന്ന് വൃന്ദാവൻ ദാസ് ഠാക്കൂർ ചൈതന്യ ഭാഗവതത്തിൽ എഴുതിയിട്ടുണ്ട്. ഭക്തി വിനോദ ഠാക്കൂർ അദ്ദേഹത്തെ പരമമഹന്ത എന്നാണ് സംബോധന ചെയ്തിരുന്നത്. ഇനി അടുത്തത് ധനഞ്ജയ പണ്ഡിതൻ. ധനഞ്ജയ പണ്ഡിതനും ഗോപാലനാണ്. അത് വസുധാമ എന്ന് പറയുന്ന ഗോപാലനാണ് ധനഞ്ജയ പണ്ഡിതൻ. ഇദ്ദേഹം ജനിച്ചത് ചിറ്റഗോങ്ങിലെ ജാരി ഗ്രാമത്തിലാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ശ്രീപതി ബന്ദോപാധ്യായ, അമ്മ കാളിന്തി ദേവി. അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് ഹരിപ്രിയ. ഗൗരംഗ മാധുരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഇദ്ദേഹം ജനിച്ചത് സിയാൻ മുല്ലൂക്ക്, അതായത് ബീർഭം ജില്ലയിലെ ബോൽപൂരിനടുത്തുള്ള സിയാൻ മുല്ലൂക്ക് എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് ആദിദേവ വാചസ്പതി, അമ്മ ദയാമയി എന്നാണെന്നും പറയപ്പെടുന്നു. ഇത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തിന്റെ അനുഭാഷ്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലേതാണ് ശരിയെന്ന് നമുക്കറിയില്ല. ഗൗഡീയ വൈഷ്ണവ അഭിധാനത്തിലും ഗൗരംഗ മാധുരിയിലും പറയുന്നുണ്ട്, ധനഞ്ജയ പണ്ഡിതൻ വിവാഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് ഹരിപ്രിയ എന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ദിവസവും തുളസി മഹാറാണിക്ക് 3 നേരം പ്രദക്ഷിണ വെക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് തീർത്ഥാടനം നടത്തുമായിരുന്നു. തീർത്ഥാടനം നടത്തുന്നതിനുള്ള പൈസ കൊടുത്തിരുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനാണ്. അദ്ദേഹത്തിന്റെ അതൊന്ന് പറയാനായിട്ട് ഒരു കമണ്ടല് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം പരിപൂർണ പരിത്യാഗിയായിട്ട് മാറുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ആരാധിച്ചിരുന്ന വിഗ്രഹം എന്ന് വെച്ചാല് ഗോപിനാഥ്, നിതായ് ഗൗരംഗ, പിന്നെ ദാമോദര വിഗ്രഹം. ഇദ്ദേഹം ഈ 3 വിഗ്രഹങ്ങളെയും അദ്ദേഹം ആരാധിച്ചിരുന്നു. നവദ്വീപിലെ മഹാപ്രഭുവിനോടൊപ്പം സങ്കീർത്തന പ്രസ്ഥാനത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് വന്നു. വൃന്ദാവനത്തിൽ വന്ന് കുറച്ചുനാൾ അവിടെ താമസിച്ചിട്ട് ശീതള ഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം താമസമുറപ്പിച്ചു. അപ്പൊ വൃന്ദാവനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സഞ്ചാര പഞ്ചര എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം തന്റെ ശിഷ്യനെ ആക്കി തന്റെ വിഗ്രഹങ്ങളും ആ ശിഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ വിഗ്രഹത്തെ ആരാധിച്ച് അവിടെ കഴിയാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ സഞ്ചാര പഞ്ചരയെ കുറിച്ച് ഇന്ന് നമുക്ക് ഒരു രേഖകളും ലഭ്യമല്ല. കൊള്ളക്കാരെയും നിരീശ്വരവാദികളെയും പോലും
ഭക്തരാക്കി മാറ്റിയിരുന്നു ധനഞ്ജയ പണ്ഡിതൻ. ശീതള ഗ്രാമത്തിലുള്ള അതിന് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എത്ര വലിയ കൊള്ളക്കാരായാലും അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ അവര് ആ നിമിഷം ഭക്തരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു വലിയ അസാധാരണമായിട്ടുള്ള ഒരു മഹാനായിരുന്നു എന്നാണ് പറയുന്നത്. നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിന്റെ ഹൃദയത്തില് സ്ഥിരമായിട്ട് വസിക്കുന്നുണ്ട് എന്ന് ചൈതന്യ ഭാഗവതത്തില് പറയുന്നുണ്ട്. നിത്യാനന്ദ പ്രഭുവിന്റെ കൃപ അനുഗ്രഹം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ധനഞ്ജയ പണ്ഡിതൻ. അദ്ദേഹം കാർത്തിക മാസത്തിലെ ശുക്ല അഷ്ടമി ദിനത്തിലാണ് അദ്ദേഹം ഭൗതിക ലോകത്തിനോട് യാത്ര പറഞ്ഞു പോകുന്നത്, രാധാകൃഷ്ണന്മാരുടെ നിത്യലീലയില് പ്രവേശിക്കുന്നത്. ഇനി അടുത്തത് ഉദ്ധാരണദത്ത ഠാക്കൂർ. ഉദ്ധാരണദത്ത ഠാക്കൂർ മഹാനായിട്ടുള്ള ഒരു ഡിവോട്ടിയാണ്. നിത്യാനന്ദ പ്രഭുവിന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. ഗൗരഗണോപദേശ ദീപികയിൽ പറയുന്നുണ്ട്, ഇദ്ദേഹം സുബാഹു എന്ന് പറയുന്ന ഗോപനാണെന്ന് പറയുന്നുണ്ട്. ഈ ഗൗരലീലയിൽ പങ്കെടുക്കാൻ വേണ്ടി ഭൗതിക ലോകത്തിൽ അവതരിച്ചതാണെന്നാണ് പറയുന്നത്. ചൈതന്യ ചരിതാമൃതത്തിന്റെ ശ്രീല പ്രഭുപാദ ആദിലീലയിലെ 11-ാം അധ്യായത്തിലെ 41-ാം ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഉദ്ധാരണദത്ത ഠാക്കൂർ ഉദ്ധാരണദത്ത എന്നാണ് മുൻപ് അറിയപ്പെട്ടിരുന്നത്. സപ്തഗ്രാമിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. സരസ്വതി നദിയുടെ തീരത്താണ്. സപ്തഗ്രാമം എന്ന് പറയുന്നത് അക്കാലത്ത് 7 ഗ്രാമങ്ങൾ ചേർന്നതാണ്. പക്ഷെ ഒരു വലിയ പട്ടണമായിരുന്നു. നമുക്കറിയാം, രഘുനാഥ് ദാസ ഗോസ്വാമി സപ്തഗ്രാമിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവും പിതാവിന്റെ സഹോദരൻ ഹിരണ്യ മഞ്ചന്ദാർ, ഗോവർദ്ധന മഞ്ചന്ദാർ ഇവരവിടുത്തെ ജന്മികളായിരുന്നു. ഈ സപ്തഗ്രാമിലെ ഉദ്ധാരണദത്ത ഠാക്കൂർ സ്വർണ്ണ കച്ചവടം, അതായത് സുവർണ വണിക് എന്നാണ് ഇവരുടെ കുടുംബം അറിയപ്പെട്ടിരുന്നത്. ഇവര് സ്വർണ്ണ ബിസിനസ് ചെയ്ത് സമ്പന്നരായിട്ടുള്ള വ്യക്തികളാണ്. അവര് ബംഗാളിലെ അതീവ സമ്പന്നരാണ് ഈ കുടുംബങ്ങളെല്ലാം തന്നെ. ഇവര് ക്രമേണ സപ്തഗ്രാം വിട്ടിട്ട് കൽക്കട്ടയിലേക്ക് ബിസിനസിന്റെ സൗകര്യാർത്ഥം ഇവരെല്ലാവരും തന്നെ കൽക്കട്ടയിലേക്ക് താമസം മാറി. നിത്യാനന്ദ പ്രഭു ഉദ്ധാരണദത്തയിലൂടെ ഇവരെയെല്ലാം ഉദ്ധരിക്കുകയും ചെയ്തു. ഇവർക്കെല്ലാം നിത്യാനന്ദ പ്രഭുവിന്റെ മേഴ്സ കിട്ടാൻ ഉദ്ധാരണദത്ത ഠാക്കൂർ കാരണമായി. അതുപോലെ തന്നെ മഹാപ്രകാശ ലീലയുടെ സമയത്ത്, അതായത് സപ്തഗ്രാമിൽ വെച്ചിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ മഹാപ്രകാശ ലീല നടത്തിയിട്ടുണ്ട്. അതേക്കുറിച്ച് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ നിന്ന് മനസ്സിലാക്കാം. ആ സമയത്ത് മഹാപ്രഭു ഉദ്ധാരണദത്ത ഠാക്കൂറിന് തന്റെ ഷഡ്ഭുജ രൂപം കാണിച്ചു കൊടുത്തു. അതായത് ശ്രീരാമചന്ദ്രന്റെ 2 കൈ, ശ്രീകൃഷ്ണ ഭഗവാന്റെ 2 കൈ, ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ 2 കൈ, അതായത് അമ്പും വില്ലും, പിന്നെ ഓടക്കുഴല്, പിന്നെ കമണ്ടലും, അങ്ങനെ 6 കൈയുള്ള രൂപം കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഉദ്ധാരണദത്ത ഠാക്കൂറിന്റെ ആരാധന മൂർത്തി ഇന്ന് നമുക്ക് ആ സപ്തഗ്രാമിൽ ചെന്നാൽ ക്ഷേത്രത്തിലെ ഷഡ്ഭുജ രൂപ വിഗ്രഹം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിനോടൊപ്പം നിത്യാനന്ദ പ്രഭുവിന്റെയും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെയും അർച്ചാവിഗ്രഹങ്ങളെ ഇടത്തും വലത്തുമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രാധാ ഗോവിന്ദ മൂർത്തിയുടെ സാളഗ്രാമ ശിലയും അവിടെ ഉണ്ട്. ഉദ്ധാരണദത്ത ഠാക്കൂറിന്റെ തടി കൊണ്ടുള്ള ഒരു മൂർത്തി ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആരും ആ മൂർത്തി എടുത്തോണ്ട് പോയി. പകരം ഉദ്ധാരണദത്ത ഠാക്കൂറിന്റെ ഒരു ഫോട്ടോയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ആ ക്ഷേത്രത്തിനെ മൂടിയിട്ട് മാധവി ലതയുടെ ആ ഒരു വള്ളിച്ചെടിയാണ് പൂക്കൾ ഉണ്ടാകുന്നത്. ആ ക്ഷേത്രത്തിന് മുകളിൽ മൂടി കിടക്കുന്നു എന്നാണ് പറയുന്നത്. ഉദ്ധാരണദത്ത ഠാക്കൂർ ഭൗതിക ലീലയിൽ അദ്ദേഹം ഒരു ജന്മിയായിരുന്നു, ഒരു എസ്റ്റേറ്റിന്റെ മാനേജർ ആയിരുന്നു, വളരെ സമ്പന്നനായിരുന്നു. ആ സ്ഥലം അതുകൊണ്ട് ഉദ്ധാരണപുര എന്നാണ് അറിയപ്പെടുന്നത്. നിത്യാനന്ദ പ്രഭുവിന്റെ എറ്റേണൽ അസോസിയേറ്റ് ആണ്, ശാശ്വത അനുയായിയാണ്. നിത്യാനന്ദ പ്രഭു എപ്പോഴൊക്കെ ഭൗതിക ലോകത്തിൽ വന്നാലും ഉദ്ധാരണദത്തയും ഒപ്പം വരും നിത്യാനന്ദ പ്രഭുവിനെ സഹായിക്കാനായിട്ട്. ഉദ്ധാരണദത്ത ഠാക്കൂറിന് പൗഷമാസത്തിലെ അമാവാസി ദിനത്തിലാണ് ഭൗതിക ലോകം ഉപേക്ഷിച്ചു പോയത്. അദ്ദേഹത്തിന്റെ ഈ ഭൗതിക ലോകം തിരിച്ചതിന് ശേഷം ജാനവ മാത അവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഉദ്ധാരണപുരയില്.
ഇനി അടുത്തത് ഗൗരിദാസ പണ്ഡിതൻ, അതായത് ശ്യാമാനന്ദ പണ്ഡിതനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഗൗരിദാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഗൗരിദാസ പണ്ഡിതനും ഈ 12 ഗോപാലന്മാരിൽ ഒരാളാണ് ഗൗരിദാസ പണ്ഡിതൻ. സുബല സഖയാണ്. ഈ ഗൗരിദാസ പണ്ഡിതനാണ് ഗൗർനിത്തായി വിഗ്രഹത്തെ ആദ്യമായിട്ട് ആരാധിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു ലീല. അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഹൃദയ ചൈതന്യ എന്ന് പറയുന്നത് സുധീര സഖിയാണ്. കൃഷ്ണലീലയിലെ സുധീര സഖിയാണ് ഹൃദയ ചൈതന്യ. വളരെ രസകരമായിട്ടുള്ള ലീലകൾ ഈ ഗുരു ശിഷ്യനും നടത്തിയിട്ടുണ്ട്. അതുപോലെ ശ്യാമാനന്ദ പണ്ഡിറ്റാണെങ്കിൽ ദുഃഖി കൃഷ്ണയാണ്. ദുഃഖി കൃഷ്ണയ്ക്ക് രാധാറാണിയുടെ ദർശനം കിട്ടുകയും രാധാറാണി, ആ കഥയും ഞാൻ പറഞ്ഞതാണ്, നിധിവനിലാണ് ലീലകൾ നടക്കുന്നത്. തന്നെ അവിടെ ദുഃഖി കൃഷ്ണ ദിവസവും അടിച്ചു വാരുമായിരുന്നു നിധിവൻ വൃന്ദാവനത്തില്. അവിടെ ഒരു ദിവസം അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കൊലുസ് പാദസരം കിട്ടി. പാദസരം അത് കയ്യിലെടുത്ത് നോക്കിയപ്പോൾ അത് ദിവ്യമായിട്ടുള്ള ഒരു പാദസരമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നിറയെ രത്നങ്ങൾ പതിച്ചതാണ്, വിലമതിക്കാനാവാത്ത രത്നങ്ങൾ പതിച്ചതാണ്. ഇത് വൃന്ദാവനത്തിലെ ആരുടേതും അല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം അതെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്റെ ജോലി തുടരുകയും ചെയ്യും. അപ്പൊ ആ സമയത്ത് ലളിതാസഖി അവിടെ വരും ഈ പാദസരം അന്വേഷിച്ചിട്ട്. അപ്പം അന്വേഷിച്ചിട്ട് മഞ്ജുഘോഷ് എന്നാണ് പാദസരത്തിന്റെ പേര്. അത് രാധാറാണിയുടെ പാദസരമാണ്. അപ്പൊ അന്ന് രാത്രി കൃഷ്ണനും രാധാറാണിയും സഖികളും കൂടിയിട്ട് അവിടെ ലീലകൾ നടത്തി നൃത്തം ചെയ്യുന്ന സമയത്ത് രാധാറാണിയുടെ കാലിൽ നിന്ന് ഊരി വീണതാണ്. അപ്പൊ ലളിതാ സഖി അത് അന്വേഷിച്ച് വരികയും ശ്യാമാനന്ദ പണ്ഡിതനെ കണ്ടതോടെ ആ ലളിതാ സഖി തന്റെ രൂപം മാറി ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയുടെ രൂപം എടുത്തിട്ട് ശ്യാമാനന്ദ പണ്ഡിതന്റെ മുൻപിൽ, അതായത് ദുഃഖി കൃഷ്ണന്റെ മുൻപിൽ വരികയും അന്വേഷിക്കുകയും പാദസരത്തെ കുറിച്ച് അന്വേഷിക്കും. അപ്പൊ ദുഃഖി കൃഷ്ണ അത് കാണിച്ചുകൊണ്ട് ചോദിക്കും ഇതാണോ എന്ന്. അപ്പൊ ലളിതാ സഖി അത് കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ ദുഃഖി കൃഷ്ണ പറയും ഞാൻ തരില്ല, ഇതിന്റെ ഉടമസ്ഥ ആരാണെന്ന് എനിക്കറിയില്ലല്ലോ, ഉടമസ്ഥ വരട്ടെ ഞാൻ കൊടുക്കാം എന്ന്. അപ്പൊ എന്താണ് അങ്ങനെ ചോദിക്കുമ്പോ പറയും ആ ഉടമസ്ഥയുടെ ഒരു പാദസരമല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, മറ്റേ പാദസരം കാലിലുണ്ടാവുമല്ലോ. അപ്പൊ അത് കാണുമ്പോ എനിക്കറിയാം ഇത് ശരിയായിട്ടുള്ള ഉടമസ്ഥയാണോ എന്ന്. അപ്പൊ രാധാറാണി അവിടെ ഒരു വൃക്ഷത്തിന് മറഞ്ഞു നിൽക്കുകയാണ്. ഇത് കേട്ട രാധാറാണി മുന്നോട്ട് വരികയും അപ്പൊ ആ സമയം ലളിതാ സഖിയുടെ കയ്യിലേക്ക് ഈ പാദസരം ദുഃഖി കൃഷ്ണന്റെ കയ്യിൽ നിന്ന് തന്നെ വഴുതി വീഴുകയും അങ്ങനെ ലളിതാ സഖി ആ പാദസരം രാധാറാണിയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യും. രാധാറാണി ദുഃഖി കൃഷ്ണയുടെ നെറ്റിയിൽ ആ പാദസരം കൊണ്ടൊരു തിലകം അണിയിക്കും. എന്നിട്ട് ശ്യാമാനന്ദൻ എന്ന പേരും കൊടുക്കും. ഇത് ഹൃദയ ചൈതന്യക്ക് ഇഷ്ടമാവില്ല. ഹൃദയ ചൈതന്യയുടെ ശിഷ്യനാണ് ദുഃഖി കൃഷ്ണ. അപ്പൊ ഹൃദയ ചൈതന്യ ഈ വിവരം അറിയും. ഈ വിവരം വൃന്ദാവനത്തിലുള്ളവരെല്ലാം അറിയുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ സന്തോഷിക്കും. ജീവ ഗോസ്വാമി പറയും നീ ശ്യാമാനന്ദനല്ല, നീ ശ്യാമാനന്ദ പണ്ഡിറ്റാണ്, ഇത്ര നേരത്തെ നിനക്ക് രാധാറാണിയുടെ ദർശനം കിട്ടിയല്ല എന്ന് ഇവരെല്ലാം തന്നെ സന്തോഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഗുരുവായ ഹൃദയ ചൈതന്യക്ക് എന്നിട്ട് ജീവ ഗോസ്വാമി ഹൃദയ ചൈതന്യയുടെ അടുത്തേക്ക് ബംഗാളിൽ പറഞ്ഞു വിടും. അപ്പൊ കട്ടുവായിലാണ് ഹൃദയ ചൈതന്യം. അവിടെ ചെല്ലുമ്പം ഈ തിലകം കാണുമ്പോൾ അത് മായ്ക്കാൻ ആവശ്യപ്പെടും. ഇപ്പൊ നീ അധപ്പതിച്ചിരിക്കുന്നു, നീ ആരാണ് ഈ തിലകം നിന്നെ തൊടിപ്പിച്ചത്? അപ്പം നടന്ന സംഭവങ്ങളൊക്കെ പറയും. പക്ഷെ വളരെ ദേഷ്യമാകും ഹൃദയ ചൈതന്യക്ക്. അവസാനം രാത്രിയില് അപ്പൊ ശ്യാമാനന്ദ പണ്ഡിറ്റിന് വളരെയധികം വിഷമമാകും. ഇത് രാധാറാണി തൊലിയിപ്പിച്ച തിലകമാണ്, ഇതെങ്ങനെ മായ്ക്കാതെ? മായ്ച്ചാലും മായില്ല. പലതവണ അത് മായ്ക്കാൻ നോക്കി, പക്ഷെ അത് മായ്ക്കും തോറും വീണ്ടും വീണ്ടും ആ തിലകം ഒന്നും കൂടി ശക്തമായിട്ട് തെളിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ രാധാറാണി സ്വപ്നത്തിൽ വന്നിട്ട് ഹൃദയ ചൈതന്യെ ശാസിക്കും. അങ്ങനെ ഹൃദയ ചൈതന്യൻ തന്റെ ശിഷ്യനോട് മാപ്പ് പറയും, തന്റെ ശിഷ്യന്റെ മഹത്വം മനസ്സിലാക്കുകയും ചെയ്യും. കാരണം ഈ ശ്യാമാനന്ദ പണ്ഡിറ്റ് കനകമഞ്ചരിയാണ്, കൃഷ്ണലീലയിലെ കനകമഞ്ചരിയാണ്. ഹൃദയ ചൈതന്യക്ക് അത് മനസ്സിലായി മാപ്പ് അപേക്ഷിക്കും. അതുപോലെ തന്നെ ഗൗരിദാസ പണ്ഡിതന് മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും അവരുടെ ഹൃദയത്തിൽ നിന്ന് പ്രകടമാക്കിയതാണ് ഈ ഗൗർനിത്തായുടെ അർച്ചാവിഗ്രഹങ്ങൾ. അപ്പൊ ഒരു ദിവസം ഗൗരിദാസ പണ്ഡിതന്റെ വീട്ടില് മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും ചെല്ലും. അപ്പൊ അവരെ സ്വീകരിച്ചിരുത്തും. അപ്പം ഗൗരിദാസ പണ്ഡിതന് അവരോട് പറയും എന്ന് എന്നോടൊപ്പം താമസിക്കണം, ഞാൻ നിങ്ങളെ സേവിച്ചു കൊള്ളാമെന്ന് പറയും. അപ്പൊ പറയും അത് ഞങ്ങൾക്ക് സാധ്യമല്ല, ഞങ്ങള് സങ്കീർത്തന പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നതിനായിട്ടാണ് ഈ ഭൗതിക ലോകത്തിൽ വന്നിരിക്കുന്നത്. അപ്പം നിന്റെ കൂടെ താമസിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്തവ്യം നിർവഹിക്കാൻ സാധിക്കില്ല. അപ്പം ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ
മൂർത്തി രൂപം തരാം, അത് വെച്ച് നീ ആരാധിക്കുക. അപ്പം ഈ ഗൗഡിദാസൻ ചോദിക്കും, ആ മൂർത്തി വിഗ്രഹത്തിന് സംസാരിക്കാൻ സാധിക്കുമോ, തിരുനാമം ജപിക്കുമോ, പ്രസാദം കഴിക്കുമോ, നൃത്തം ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെല്ലാം ചെയ്യും, ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം ഈ വിഗ്രഹങ്ങൾ ചെയ്യുമെന്ന് പറയും. അങ്ങനെ അവര് 2 അർച്ചാവിഗ്രഹങ്ങളെ പ്രകടമാക്കി അത് ആരാധിക്കാൻ കൊടുക്കും. അത് തന്നെയുമല്ല, അപ്പോൾ തന്നെ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു പ്രസാദം കഴിക്കുമ്പം ഈ ഗൗഡിദാസ പണ്ഡിതനോട് പറയും, ഈ മൂർത്തികൾക്കും പ്രസാദം വിളമ്പണം. അപ്പോഴും ഗൗഡിദാസ പണ്ഡിതന് സംശയമാണ്, അപ്പൊ എങ്ങനെയാണ് ഈ മൂർത്തികളെ പ്രസാദം സ്വീകരിക്കുക? അപ്പൊ മഹാപ്രഭു പറയും, നീ വിളമ്പി നോക്കൂ, അപ്പൊ അറിയാം എന്ന് പറഞ്ഞിട്ട് ആ മൂർത്തികൾക്കൊപ്പം ഇവരും ഇരിക്കും. അങ്ങനെ 4 പേർക്കും പ്രസാദം വിളമ്പും. മഹാപ്രഭു നിത്യാനന്ദ പ്രഭു എപ്രകാരം പ്രസാദം ഭക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ ആ ഗൗരനിത്തായുടെ അർച്ചാവിഗ്രഹവും പ്രസാദം ഭക്ഷിക്കും. പിന്നീട് മഹാപ്രഭു നിത്യാനന്ദ പ്രഭു വിട്ടുപോകും. അപ്പം ആ വിഗ്രഹത്തെ പൂജിക്കാനായിട്ട്, ആരാധിക്കാനായിട്ട് ശിഷ്യനെ വേണം. കാരണം ഇദ്ദേഹത്തിന് ഗുരുകുലമുണ്ട്, വേറെ പല ആവശ്യങ്ങളുണ്ട്, ഭിക്ഷ യാചിക്കാൻ പോകണം. അപ്പം വിഗ്രഹത്തെ ആരാധിക്കാനായിട്ട് ഒരാളെ അന്വേഷിക്കും. അങ്ങനെ ഹൃദയ ചൈതന്യയുടെ പേരൊന്ന് ചൈതന്യദാസ് എന്നാണ്. ഗദാധര പണ്ഡിറ്റിന്റെ ശിഷ്യനാണ്. ഗദാധര പണ്ഡിറ്റ് എടുത്തു വളർത്തിയതാണ് ഹൃദയ ചൈതന്യെ. അപ്പൊ ഹൃദയ ചൈതന്യെ വിട്ടുകൊടുക്കും ഗദാധര പണ്ഡിറ്റ്. അങ്ങനെ ഹൃദയ ചൈതന്യെ കൊണ്ടുവന്നിട്ട് ഈ അർച്ചാവിഗ്രഹത്തെ ആരാധിക്കാൻ ഏർപ്പാടാക്കും. എന്നിട്ട് ഗൗരംഗ മഹാപ്രഭുവിന്റെ ജന്മദിനം ഗൗര പൂർണിമ അന്ന് ആഘോഷിക്കുമായിരുന്നു എല്ലാവരും. ജന്മദിനം ഗൗഡിദാസ പണ്ഡിതനും ആഘോഷിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിനെ കുറച്ച് ദിവസം മുൻപ് അദ്ദേഹം ഗുരുകുലത്തിൽ നിന്ന് ഭിക്ഷ യാചിക്കാനായിട്ട് അദ്ദേഹം പോയി. ഗൗര പൂർണിമയുടെ തലേ ദിവസമായിട്ടും അദ്ദേഹം മടങ്ങി വരുന്നില്ല. അപ്പൊ ഹൃദയ ചൈതന്യ ആകെ വിഷമിച്ചു. എന്ത് ചെയ്യും? ഗുരുനാഥൻ മടങ്ങി വന്നില്ല. മറ്റന്നാള് ഗൗരപൂർണിമയാണ്, അതായത് ഗൗരംഗ മഹാപ്രഭുവിന്റെ ജന്മദിനമാണ്. അതിന് വേണ്ടുന്ന ഒരു ഏർപ്പാടും ചെയ്തിട്ടില്ല. അപ്പൊ ഇദ്ദേഹം തന്നെ, ഹൃദയ ചൈതന്യ തന്നെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യും. പക്ഷെ തലേ ദിവസം രാവിലെ ഈ ഗൗഡിദാസൻ മടങ്ങി വരും. അപ്പൊ അദ്ദേഹത്തിനോട് വളരെ സന്തോഷത്തോടെയാണ് പറയുക, ഞാൻ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ടെന്ന്. ഇത് കേട്ടിട്ട് ഗൗഡിദാസന് വളരെയധികം ദേഷ്യം വരികയും അവിടെ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെടും. ഹൃദയ ചൈതന്യ വളരെ സങ്കടത്തോടെ ഗംഗാനദിയുടെ തീരത്ത് വന്നിരുന്ന് വിഷമിച്ചിരിക്കും. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണ് അവിടെ ആൾക്കാർ വന്നു തുടങ്ങി. കുട്ടം നിറയെ സാധനങ്ങളായിട്ടാണ് വരുന്നവരൊക്കെ പലതരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഈ ഗൗഡിദാസ പണ്ഡിതന് അതെല്ലാം ഹൃദയ ചൈതന്യം ഇരിക്കുന്നിടത്ത് കൊണ്ടു കൊടുക്കാൻ ആവശ്യപ്പെടും. ഇദ്ദേഹം എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്, അത് മാത്രം വെച്ചിട്ട് ഇദ്ദേഹം ഗൗരപൂർണിമ ആഘോഷിക്കും. പക്ഷെ ഗംഗാനദിയുടെ തീരത്തെ ഹൃദയ ചൈതന്യയോടൊപ്പം ആ ഹൃദയ ചൈതന്യം ക്ഷണിച്ച ആൾക്കാരെല്ലാം തന്നെ അവര് വളരെ കേമമായിട്ട് ഗൗരപൂർണിമ ആഘോഷിക്കും. അപ്പം വളരെ ഉച്ചത്തിൽ സങ്കീർത്തനം ചെയ്യുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യും. ഇത് കണ്ടിട്ട് അപ്പൊ ഉച്ച സമയത്ത് പ്രസാദം കൊടുക്കാനായിട്ട് അൾട്ടർ തുറക്കുമ്പോൾ അവിടെ വിഗ്രഹങ്ങൾ കാണില്ല. അപ്പൊ വിഗ്രഹങ്ങൾ എങ്ങോട്ടേക്ക് പോയി? ഈ ഹൃദയ ചൈതന്യം നൃത്തം ചെയ്യുന്നിടത്തേക്ക് വിഗ്രഹങ്ങൾ നടന്ന് നൃത്തം ചെയ്ത് 2 കൈയും ഉയർത്തി, നമ്മൾ കണ്ടിട്ടില്ലേ ഗവർണേറ്റയുടെ ഡേറ്റി 2 കൈ ഉയർത്തിയാണ് ഇരിക്കുന്നത്. ആ 2 കൈ ഉയർത്തി നൃത്തം ചെയ്തുകൊണ്ട് ഹരിബോൽ ഹരിബോൽ പറഞ്ഞുകൊണ്ട് ഈ 2 അർച്ചാ വിഗ്രഹങ്ങളും നൃത്തം ചെയ്ത് ഗംഗാനദിയുടെ തീരത്തേക്ക് ഹൃദയ ചൈതന്യയുടെ അടുത്തേക്ക് വരികയാണ്. ഇത് കണ്ടിട്ട് ഗൗഡിദാസ പണ്ഡിതൻ ഒരു വടിയെടുത്തു പിന്നാലെ. പക്ഷെ ഗൗഡിദാസ പണ്ഡിതൻ ഇവരോടൊപ്പം എത്താൻ സാധിക്കുന്നില്ല. ഇവർ ഓടുകയാണ്. ഓടിച്ചെന്ന ഹൃദയ ചൈതന്യയോടെ അവിടെയുള്ളവരോടൊപ്പം ഇവരും ചേർന്ന് നൃത്തം ചെയ്യുക, 2 കൈ ഉയർത്തി നൃത്തം ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവര് കാണും ഗൗഡിദാസ പണ്ഡിതൻ വടിയും പിടിച്ച് ദേഷ്യഭാവത്തിൽ വരുന്നത്. ഇപ്പൊ ഇവരെന്ത് ചെയ്യും? ഈ ഹൃദയ ചൈതന്യയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും, അപ്രത്യക്ഷമാകും. അങ്ങനെയാണ് ചൈതന്യദാസന് ഹൃദയ ചൈതന്യ എന്ന പേര് വരുന്നത്. അപ്പം ഗൗഡിദാസ പണ്ഡിതന് മനസ്സിലായി, ഹൃദയ ചൈതന്യയുടെ ഭക്തി മനസ്സിലായി. ഇദ്ദേഹം ഗുരുകുലത്തിലേക്ക് മടങ്ങി വരും. മടങ്ങി വന്ന ആൾട്ടറിലേക്ക് നോക്കുമ്പോൾ ആ വിഗ്രഹങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ മഹാപ്രഭു ചോദിക്കും, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ നിന്റെ ശിഷ്യന്റെ മഹത്വം എന്താണെന്ന്? നിന്നെക്കാട്ടിൽ ഉയർന്ന തലത്തിലാണ് അവൻ ഭക്തിയുടെ കാര്യത്തില്. പോയി ചെന്ന് അവനോട് മാപ്പു പറയുമെന്ന് പറയും. അപ്പോഴേക്കും ഹൃദയ ചൈതന്യം ഗുരുനാഥന്റെ അടുത്ത് വരും. ഹൃദയ ചൈതന്യെ ആലിംഗനം ചെയ്യും. ആലിംഗനം ചെയ്ത് ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെടും. അങ്ങനെ അവര് വീണ്ടും അവര് ഗുരു ശിഷ്യനുമായിട്ട് തന്നെ പിന്നീട് കഴിയുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഹൃദയ ചൈതന്യ ഭക്തി പ്രചരിപ്പിക്കാനായിട്ട് പോകും. ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഭക്തി പ്രചരിപ്പിക്കുന്ന ജോലിയിൽ ഏർപ്പെടും. പിന്നീട്
പുരുഷോത്തമ ദാസ് ഠാക്കുറ. ഇനി സമയമുണ്ടോന്നറിയില്ല. ഇപ്പം ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി പുരുഷോത്തമ ദാസ് ഠാക്കുറയുണ്ട്, നഗര പുരുഷോത്തമൻ, പരമേശ്വര ദാസ് ഠാക്കൂർ, കാല കൃഷ്ണദാസ്, കോല വെച്ച ശ്രീധർ. ഇവരെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ വളരെ കുറച്ചേ ഉള്ളൂ പറയാൻ. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അതിനുശേഷം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. ഹരേ